സാരിയായിട്ട് കുറച്ച് നല്ല ഭംഗിയായിരിക്കും തോന്നുന്നു. നല്ല ഭംഗിയാണ്. ഇങ്ങനെ ഓർഗൻസ ഫ്ലവേഴ്സ് നമ്മൾ പെയിന്റ് ചെയ്തിരിക്കുന്ന ഓർഗൻസ ഫ്ലവേഴ്സ് ആണ്. നമ്മളിത് കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു റഫൽ സാരിയാണ്. ഇതിനകത്ത് റഫൽസ് ആഡ് ചെയ്തിട്ടുണ്ട്, നെറ്റ് വെച്ചിട്ട്. ഒരു മൂവിംഗ് ആണ്. അതെ അതെ. ഇതിൽ കാണിക്കുന്ന കളക്ഷൻ ഒക്കെ ഇതിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് കസ്റ്റം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡയറക്റ്റ് നമ്മുടെ ഷോപ്പിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഇത് എന്റെ ഒരു ഫേവറേറ്റ് ആണ്. ഇങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് നല്ലൊരു കളക്ഷൻ ആണ്. അത് കാറ്റഗറിയിലാണ് ഞാനിപ്പോ വിയർ ചെയ്തേക്കുന്നത്. എനിക്ക് സജസ്റ്റ് ചെയ്താണ് കേട്ടോ ഇന്ന് എനിക്ക് വിയർ ചെയ്യാൻ വേണ്ടിട്ട്. നല്ല ബ്രൈറ്റ് ഒരു ഷെയ്ഡാ. ഇപ്പൊ ഓഫ് വൈറ്റിന്റെ കൂടെ ആണെങ്കിലും പുറത്തുനിന്ന് വരുന്നതാണ്. പക്ഷെ ഇങ്ങനെ പാച്ച് വർക്ക് ഉള്ള അജ്രക്കിന്റെ. ഓക്കെ ഓക്കെ. പെട്ടെന്ന് കസ്റ്റമൈസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന ഒരു പ്രീമിയം ആയിട്ടുള്ള ഒരു ബുട്ടീക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് എനിക്ക് DM ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ബുട്ടീക്കിലാണ് നിൽക്കുന്നത്. ഇത് സോൾ ഡിസൈൻസ്. അപ്പോൾ സോൾ ഡിസൈൻസിലെ നമ്മുടെ ഓണറാണ് ഫരീദ അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഷോപ്പിലെ കാര്യങ്ങളൊക്കെ ചോദിക്കാം കേട്ടോ. നമ്മുടെ ഈ ഷോപ്പിൻ്റെ ഇല്ലേ എന്താണ് സ്പെഷ്യാലിറ്റീസ് എന്ന് പറയുമോ? സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ കസ്റ്റമൈസ്ഡ് സ്റ്റിച്ചിങ് ആണ് ചെയ്യുന്നത്. നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള കളക്ഷൻസ് അവിടെ ഹാങ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ പാർട്ടി വെയർ ആയിട്ടുള്ളതും ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ കോട്ടണിലും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഓൺ ഒരു സ്റ്റിച്ചിങ് യൂണിറ്റും ഉണ്ട്. അപ്പം സ്റ്റിച്ചിങ് ഉണ്ട്, ഹാൻഡ് വർക്ക് ഉണ്ട്. അത് ചെയ്യുന്നതാണ് നമുക്ക് മെയിനായിട്ടും നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യുന്നത്. പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ റെഡിമെയ്ഡ്സ് ഉണ്ട്, ഫാബ്രിക്സ് ഉണ്ട്, ഡൈയിങ് ഓപ്ഷൻസ് ഉണ്ട്. കാരണം കസ്റ്റമൈസ് ചെയ്യാൻ പലർക്കും പല കളേഴ്സ് ആയിരിക്കും ഇഷ്ടം. അപ്പം അങ്ങനെ വരുന്നതുകൊണ്ട് നമ്മൾ അതിനുള്ള ഓപ്ഷൻസും. നമ്മുടെ ഈ ഷോപ്പിന്റെ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് കസ്റ്റമൈസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ കളക്ഷന്റെ ഇടയ്ക്ക് ഞാൻ ലൊക്കേഷൻ ചോദിക്കാൻ വിട്ടു കേട്ടോ. നമ്മുടെ ഈ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് പനമ്പള്ളി നഗറിലാണ്. പനമ്പള്ളി നഗറിലെ വോക്ക്വേയുടെ എൻഡിലായിട്ട് വരും. നമ്മൾ തേവര പോകുന്ന റോഡിലാണ്. പനമ്പള്ളി നഗറിലാണ് ലൊക്കേഷൻ വരുന്നത്. പിന്നെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ ആഡ് ചെയ്തേക്കാം. അപ്പോഴത്തേക്കും കുറച്ചുകൂടി ഈസി ആയിരിക്കും. പിന്നെ ഗൂഗിളിൽ നമ്മൾ വരാൻ പറ്റും. അപ്പൊ എന്റെ ഡീറ്റെയിൽ എല്ലാം നമുക്ക് ലാസ്റ്റ് സംസാരിക്കും. ഇപ്പൊ ഫസ്റ്റ് നമുക്ക് കളക്ഷൻ കാണാം കേട്ടോ. ഇത് ഫുൾ കസ്റ്റമൈസ്ഡ് അല്ലേ? ഇത് കസ്റ്റമൈസ്ഡ് ആണ്. കസ്റ്റമൈസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. നമ്മൾ ഇതിൽ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. 3 പാനൽ ചെയ്തിട്ട് ഇങ്ങനെ വന്നിരിക്കുന്ന ഒരു പാറ്റേൺ ആണ്. ഇതിൽ നമ്മൾ 3 പാനൽ ഇതേപോലെ തന്നെ ചെയ്തിട്ട് ഫ്ലോറൽ. കാരണം ഇവിടുത്തെ ഫ്ലോറൽ എപ്പോഴും ആൾക്കാർക്ക് ഭയങ്കര ചോദിക്കുന്ന മൂവ് ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ്. അപ്പം അതുകൊണ്ട് നമ്മളിത് ഫ്ലോറിൽ മിക്സ് ചെയ്ത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതൊക്കെ ഏത് സൈസ് ഒക്കെ? അപ്പോൾ ഇതിൽ സൈസ് വരുന്നത് ലാർജ് സൈസിലാണ് യൂഷ്വലി നമ്മൾ ചെയ്യുന്നത്. ഇതിനകത്ത് 44 വരെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ 36 വരെ ആക്കാൻ പറ്റും. ബാക്കിയുള്ളതൊക്കെ നമ്മൾ മെഷർമെന്റ് അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യുക. കൂടുതലും ലാർജ് സൈസ് ആണ് ഇവിടെ പർച്ചേസ് ചെയ്യുന്നത്. അപ്പൊ അതാണ് ഇവിടെ കൂടുതൽ ഫോക്കസ് ചെയ്തേക്കുന്നത്. നമ്മുടെ വ്യൂവേഴ്സ് കുറെ പേര് കാണും ലാർജ് സൈസ് പ്രിഫർ ചെയ്യുന്നത്. ലാർജ് എക്സലിലോട്ട് ആക്കാൻ പറ്റും. എക്സൽ ഡബിൾ എക്സൽ വരെ ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ. നമ്മൾ അതിനനുസരിച്ച് മാർജിൻ ഇട്ടിട്ടുണ്ട്. അതാണ് നമ്മൾ ഈ കസ്റ്റമൈസേഷൻ ചെയ്യുമ്പോഴുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ ചെയ്തിട്ടേക്കുന്നതിൽ അങ്ങനെ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതായത് 2 ഇഞ്ച് മാർജിൻസ് കൊടുത്തിട്ടുണ്ട് അങ്ങോട്ട് രണ്ട് സൈഡിലും. പിന്നെ ഇതൊരു നല്ല ബ്രൈറ്റ് കളറാണ്. ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടിരുന്ന ഒരു പീസ് ആയിരുന്നു. ഇതിന് ഇതുപോലെ റിപ്ലിക്കാസ് ഉണ്ടായിരുന്നു. ഈ വെൽവെറ്റിന്റെ ഇതൊക്കെ കളർ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ മാറ്റിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കൊരു കഫ്താനിൽ നമുക്കൊരു വെറൈറ്റി ഉണ്ട്. ഇപ്പം കുറെ ആൾക്കാർക്ക് ഇതുപോലെ കഫ്താൻ പ്രിഫർ ചെയ്യുന്ന. ഇതും വേറൊരു ടൈപ്പില് ടൈ ആൻഡ് ഡൈ വരുന്ന ഒരു കഫ്താൻ. പിന്നെ ഈ കിടക്കുന്ന ഫ്ലോറിലൊക്കെ ആണെങ്കിൽ നോർമൽ ടൈപ്പ്. അതിലൊരു ഹാൻഡ് വർക്ക് വന്നിട്ടുള്ള ഒരു ഫ്ലോറിൽ അങ്ങനെ ഒരു പാറ്റേണിൽ നല്ല ടൈപ്പ് നല്ല ഒരു പാറ്റേൺ ആണ് ഇത് വരുന്നത്. ഇത് വേണമെന്നുണ്ടെങ്കിൽ വലിയ സൈസിൽ നമുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഈ ഡാർക്ക് ഷെയ്ഡൊക്കെ ഡാർക്ക് ഇത് നമ്മുടെ ഗോൾഡൻ ഷെയ്ഡ്സിൽ വരുന്ന, ഗോൾഡൻ അല്ല റെഡ് ഷെയ്ഡിൽ വരുന്ന സ്ലീവ്ലെസ് ഒക്കെ ഉണ്ട്. ഇവിടെ എങ്ങനെ കിഡ്സിനൊക്കെ ചെയ്യോ? കിഡ്സിനും ചെയ്യും. നമ്മളെല്ലാം കസ്റ്റമൈസേഷൻ എല്ലാവർക്കും ചെയ്യാറുണ്ട്. ലേഡീസിന് വേണ്ടി മാത്രം നമ്മൾ. പക്ഷേ ജെന്റ്സിന്റെ കുർത്തിയും ഇതിന് നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇങ്ങനെ ചിലവർ ഓപ്ഷൻസ് ചോദിച്ചു വരുമല്ലോ. എല്ലാവർക്കും സെയിം ഇപ്പൊ ബർത്ത്ഡേ എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ എല്ലാവർക്കും അങ്ങനെയുള്ള എന്തെങ്കിലും കളറൊക്കെ നമ്മൾ മാച്ച് ചെയ്ത് തീം വൈസ് ആയിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. ഫുൾ ഫാബ്രിക് ആണോ? അല്ല, ഈ സെക്ഷനിൽ നമ്മൾ സൽവാർ സെറ്റ്സ് ആണ് വെച്ചേക്കുന്നത്. നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ള ഒരു ഡിഫറെന്റ് പാറ്റേൺ ഉള്ള ഒരു സൽവാർ. ഇത് പാച്ച് വർക്ക് വരുന്ന ഒരു ദുപ്പട്ടയാണ്. നമ്മുടെ 3 പീസ് സെറ്റ് ആണ്. പക്ഷെ ഈ ദുപ്പട്ടയ്ക്ക് ഒരു കുറെ കസ്റ്റമേഴ്സ് ഇങ്ങനെ നമ്മളൊരു റീല് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ബേസിൽ അങ്ങനെ കുറെ പേര് ചോദിച്ചു വരുന്നതുകൊണ്ട് നമ്മൾ അതിന്റെ ഒരു നല്ലൊരു കളക്ഷൻസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് എല്ലാം ഇൻസ്റ്റയിലാണ്. പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഓൺലൈനിൽ നമുക്ക് പർച്ചേസ് ഉണ്ട്. അതേപോലെ ഓഫ്ലൈൻ സ്റ്റോർ ഉള്ളതുകൊണ്ട് ഇപ്പം
അങ്ങനെ 3 years മുമ്പ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലാണ് തുടങ്ങിയിരുന്നത്. അപ്പൊ എനിക്ക് കുറെ കസ്റ്റമേഴ്സ് അങ്ങനെ ഓൺലൈൻ ആയിട്ടായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇൻസ്റ്റാ ത്രൂ ചെയ്യാം, വാട്സ്ആപ്പ് ത്രൂ ചെയ്യാം. അതെ അതെ, വാട്സാപ്പിലും ഇൻസ്റ്റയിലും ചെയ്യാം. ഓക്കെ. അപ്പൊ നമ്മുടെ ഡെലിവറീസ് ഒക്കെ എങ്ങോട്ടൊക്കെ ആയിരിക്കും കൂടുതൽ? നമ്മള് USA, UK അവിടെയൊക്കെ നമുക്ക് ക്ലയൻസ് ഉണ്ട്. ഓസ്ട്രേലിയക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്, സിംഗപ്പൂരിന് ചെയ്തിട്ടുണ്ട്. പുറത്തുനിന്നുള്ള കുറെ കസ്റ്റമേഴ്സ് ഇതുപോലെ നമ്മുടെ ഓരോ വീഡിയോസ് ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ഞാൻ എടുത്ത് ചോദിച്ചെന്താ കുറെ NRIs യൂറോപ്യൻ കൺട്രീസിലുള്ളവരൊക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടും വേണമെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അതാണ് ഞാൻ എടുത്ത് ചോദിച്ചത് കേട്ടോ. അപ്പോ ഇവിടെ ഫുൾ ഫാബ്രിക്കാ വരുന്നത്, 3 piece സെറ്റ് ആണ് വരുന്നത്. ഇതെല്ലാം ഇത് നല്ലതാണല്ലോ. അത് ഫുള്ള് നമ്മൾ റെഡിമെയ്ഡ്, അതായത് സൈസസ് 4 സൈസസ് ഉണ്ട്. അങ്ങനത്തെ സെറ്റ്സ് നമ്മുടെ കയ്യിലുണ്ട്. 4 സൈസസ് അവൈലബിൾ അല്ല. ഫുൾ ഇത് തയ്ക്കേണ്ട, ഫുള്ള് സ്റ്റിച്ച് ചെയ്തിട്ട് വെച്ചിരിക്കുന്ന സെറ്റ്സ് റെഡിമെയ്ഡ് ആണ്. ആണല്ലേ. പിന്നെ ഈ ഇരിക്കുന്ന കാറ്റഗറി? ഈ ഇരിക്കുന്നത് എല്ലാം നമ്മുടെ ഈ പറഞ്ഞ പോലെ കുറെ നമ്മൾ പേസ്റ്റൽസിൽ ഇതുപോലെ ഫുൾ സെറ്റ് ചോദിക്കുന്നവർക്ക് വേണ്ടി ദുപ്പട്ട, അങ്ങനെ അതിന്റെ ഒരു പേസ്റ്റൽ കളക്ഷൻസ് തന്നെ ഉണ്ട്. പേസ്റ്റൽ കളേഴ്സ് പ്രിഫർ ചെയ്യുന്നവർക്കുള്ള 3 piece സെറ്റ് വിത്ത് ദുപ്പട്ട വരുന്നത്. ഓക്കെ. പിന്നെ കുറെ ഇങ്ങനെ ഗോൾഡൻ ഷെയ്ഡ്സിന്റെ കുറെ ഫാൻസ് ഉണ്ട് നമുക്കപ്പോ. ഇത് ഡയബിൾ അല്ല, ഇതൊരു ടിഷ്യൂല് വരുന്ന സെറ്റ് ആണ്. ഡയബിൾ അല്ല, ഈ സെറ്റ് ഡയബിൾ അല്ല. ഇത് വേറെ ഉണ്ട് ഡയബിൾ സെറ്റ്. ഇത് ദുപ്പട്ട വരുന്നത് ഓർഗൻസ ബേസിലുള്ള ഒരു. ഇത് കുറെ പേര് പ്രിഫർ ചെയ്യുന്നത്. ഗോൾഡൻ ഷെയ്ഡ് ഭയങ്കര ആൾക്കാർക്ക്, ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. ഇനിയിപ്പം ഈ വിഷു ഒക്കെ വരുമ്പോൾ. അതെ അതെ അതെ. ഓക്കെ. പിന്നെ ഈ ഇരിക്കുന്നതാണ് ഡയബിൾ ഫാബ്രിക്. ഇതാണ് നമ്മുടെ ഡയബിൾ ഫാബ്രിക്. ഇതിലെല്ലാം ഏത് ഷെയ്ഡ്സിലോട്ട് വേണമെങ്കിലും നമുക്ക് ഡൈ ചെയ്യാം. ഡൈ ചെയ്തിട്ട് ഇങ്ങനെ സ്കേർട്ട് ആയിട്ട് ചെയ്യാം, ടോപ്പ് ആയിട്ട് ചെയ്യാം, 3 പാനലായിട്ട് ചെയ്യാം, അങ്ങനെ ഏത് രീതിയിൽ. പിന്നെ സാരീസ്, ചിലവർ ഇതിൽ നിന്ന് സാരീസ് പ്രിഫർ ചെയ്യുന്നവരുണ്ട്. ഓക്കെ. അപ്പൊ ഡൈ ചെയ്യാനായിട്ടാണെങ്കിൽ എത്ര ടൈം എടുക്കുമായിരിക്കും? ഡൈ ചെയ്യാനായിട്ട് 3 days ആണ് മിനിമം നമ്മൾ ചോദിക്കുന്നത്. വെച്ചാൽ സാരി ഒക്കെ ആണെങ്കിൽ ഒരു 3 days എന്തായാലും. പിന്നെ നമ്മൾ ടൈ ആൻഡ് ഡൈ, അതായത് ഹാഫ് ചെയ്യുന്ന പോലത്തെ ഒരു ടെക്നിക്ക്, അതൊക്കെ എല്ലാം ചെയ്യുന്നുണ്ട് ഡൈയില്. ഓക്കെ. അപ്പൊ കൂടുതൽ ഇവിടെ എങ്ങനെയായിരിക്കും മൂവിങ് വരുന്നത്? അങ്ങനെ മെറ്റീരിയൽ അങ്ങനെ ഉണ്ടോ? മെറ്റീരിയൽ എന്ന് വെച്ചാൽ എപ്പോഴും നമുക്ക് ജോർജറ്റിൽ ജോർജറ്റിൽ എല്ലാ കളേഴ്സിലോട്ടും ഡൈ ചെയ്ത്. അതെ, ഇത് ജോർജറ്റ് ഫാബ്രിക്കാ. ഓക്കെ ഓക്കെ. ഇതായിരിക്കും കൂടുതൽ മൂവ് ചെയ്യുന്നത്. ഇത് നമ്മളൊരു ഡൈ ചെയ്തിട്ടുള്ളൊരു സാരി ആയിട്ട് ചെയ്ത് വെച്ചിരിക്കും. ഓക്കെ. അല്ല, ഞാൻ ഇത് മറ്റേ ആ ടൈപ്പ് ഉണ്ടാകും റെഡി ടു വെയർ സാരീസ് നമ്മൾ ചെയ്യാറുണ്ട്. കസ്റ്റമൈസ്ഡ് ആയിട്ട് അത് ചെയ്യുന്നത്, അതായത് അവരുടെ മെഷർമെന്റ്സ് എടുത്തിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. ഓക്കെ. റെഡി ടു വെയർ സാരി നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ നേരത്തെ ഇൻഫോം ചെയ്ത് അതെ, അവരുടെ വേസ്റ്റിന്റെ മെഷർമെന്റ് അനുസരിച്ചാണ്. അപ്പൊ നമ്മൾ കസ്റ്റമൈസ്ഡ് നേരത്തെ ചെയ്ത് വെക്കുമായിരുന്നു. അപ്പം ആ വേസ്റ്റിൽ ഒരു ഇഷ്യൂ സൈസിൽ വരുന്നതുകൊണ്ടാണ് നമ്മൾ അവരുടെ മെഷർമെന്റ് എടുത്തിട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ പിന്നെ പുറത്തുള്ളതാണെങ്കിൽ ഓൺലൈൻ മെഷർമെന്റ്, നമ്മൾ ഓൺലൈനിൽ ചെയ്യുമ്പോൾ എപ്പോഴും മെഷർമെന്റ്സ് അവർ നമുക്ക് അയച്ചു തരുക. നമ്മളെല്ലാം ടെംപ്ലേറ്റ് അയച്ചു കൊടുക്കാറുണ്ട്. എനിക്ക് ഈ സാരി ഇത് ഇഷ്ടപ്പെട്ടു. ഇത് ഈ മെറ്റീരിയൽ തന്നെയാ? ജോർജറ്റ്. അതെ, ജോർജറ്റ്. ഇതിന്റെ ഒരു ഫാബ്രിക് അവിടെ അവൈലബിൾ ആണ്, അതിലുണ്ട്. അതൊന്ന് കാണിക്കുമോ? ഈ ഫാബ്രിക് ആണല്ലേ? ഈ ഫാബ്രിക് ആണ് ഈ ഒരു ഡൈ ചെയ്ത് വെച്ചേക്കുന്ന ഈ ഒരു സാരി അല്ലേ? അതെ അതെ. നമുക്ക് എല്ലാം കസ്റ്റം ചെയ്യില്ലേ? നമുക്ക് ബ്ലൗസ് എല്ലാം എല്ലാവർക്കും കസ്റ്റമൈസ്ഡ്. പിന്നെ ആ സെക്ഷനിൽ എന്താ വരുന്നത്? അതിന് മുന്നേ ഇവിടത്തെ ഇതോ? ഇത് നമ്മുടെ ഈ റെഡിമെയ്ഡ് സെറ്റ്സ് ആണ് എല്ലാം. അതായത് ഫുൾ ടോപ്പ് ബോട്ടം ദുപ്പട്ട വരുന്നത്. ഇതൊന്നും എടുക്കും. ഇതൊക്കെ നമ്മുടെ ഇതാ പാകിസ്ഥാനി ടൈപ്പിൽ വരുന്ന. ഇതില് പാകിസ്ഥാനി ഒക്കെ പ്രിഫർ ചെയ്യുകയാണെങ്കിൽ നല്ല ദുപ്പട്ടയും ഉണ്ട് ഇതിന്. ലൈറ്റ് വെയിറ്റ് ആണെന്ന് തോന്നുന്നു. ലൈറ്റ് വെയിറ്റ്. അതെ, ഇതിലൊരു വർക്കും വരുന്നുണ്ട്. താഴെ നല്ലൊരു വർക്ക്, ഹാൻഡ് വർക്ക് വരുന്നുണ്ട്. നല്ല ദുപ്പട്ടയാണ്. അതിന്റെ ബോട്ടം സ്ലീവിലും ഉണ്ട്. ആ ലേസ് ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ട് അതിന്റെ പല കളർ ഷെയ്ഡാണ്. കളർ ഷെയ്ഡാണ്. പിന്നെ ഇത് ഒരു വൈറ്റിൽ ഒരു നല്ല സെറ്റ് വരുന്നുണ്ട്. അതിന്റെ നല്ല ദുപ്പട്ടയാണ് കാണാനായിട്ട്. ദുപ്പട്ടയിലായിരിക്കും കൂടുതൽ ഫോക്കസ്. നല്ലൊരു ലൈറ്റ് വെയിറ്റ് ദുപ്പട്ട. അതിന്റെ ഒരു ബ്ലൂ ഷെയ്ഡും വരുന്നുണ്ട്. ഇതിന്റെ പല കളേഴ്സ് ആയിരിക്കുന്നത് അല്ലേ? ഇതില് കളേഴ്സ് അങ്ങനെ മിക്സ് ചെയ്ത് നമ്മൾ വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇത് കോട്ടൺ ആണോ? അതെ. ഇതിപ്പം ഏറ്റവും കൂടുതൽ ഇവിടെ മൂവ്മെന്റ് ഉള്ള ഒരു കോട്ടൺ കോട്ട് സെറ്റ്സ് ആണിത്. കോട്ട് സെറ്റാ? ഇതില് ടോപ്പ് മാത്രമേ ഉള്ളൂ. ഇതില് ടോപ്പ് ആൻഡ് ബോട്ടം ഉണ്ട്. ഒന്ന് കോട്ട് സെറ്റ് ആണ്. കോട്ട് സെറ്റ് ആണ്. ഇത് കോട്ട് സെറ്റ് ആണോ? അല്ല, അത് നമ്മുടെ അവിടെ കണ്ടതിന്റെ ബ്ലാക്ക് കളറാണ്. ഇത് ഇത് നല്ലൊരു ഏറ്റവും മൂവ്മെന്റ് ഉള്ളൊരു കോട്ട് സെറ്റാണ്. കോട്ട് സെറ്റ് എപ്പോഴും ഒരു മൂവിംഗ് ആണ്. ഭയങ്കരമായിട്ട് മൂവിംഗ് ആണ്. അതെ അതെ. ഇതില് ഈ 2 പോക്കറ്റ്സ് ഇങ്ങനെ ഫ്രണ്ടിൽ വന്നിട്ട് നല്ല വീനൊക്കെ ഒക്കെയാണ്. കുറച്ചും കൂടെ ക്ലാസി, ഒരു ഓഫീസ് വെയറും ഒരു സ്മാർട്ടർ ഡിഫറെന്റ് ലുക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കോട്ട് സെറ്റ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇത് നല്ലത്. ഇത് മാത്രമേ കോട്ട് സെറ്റ് ഉള്ളൂ അല്ലേ? ഇതിൽ കോട്ട് സെറ്റ് ഉണ്ട്. ഇതിൽ ടോപ്പ് മാത്രമായിട്ട്. പിന്നെ ഇത് നല്ല മൂവ്മെന്റ് ഉള്ളൊരു ജസ്റ്റ് ഒരു സിംഗിൾ വീനൊക്കെ സ്ലിറ്റ് കട്ട് വരുന്ന ടോപ്പ് ആൻഡ്
അത് കോഡ് സെറ്റ് അല്ലല്ലോ? ഇത് കോഡ് സെറ്റാ. ആണോ? നല്ല ഇത് കോട്ടൺ അല്ലേ? കോട്ടൺ. ഈ ഇരിക്കുന്നതൊക്കെ അത് ടോപ്പ് മാത്രമാണ്. പിന്നെ ഇവിടെയും ഇതും നല്ലൊരു ബ്രൈറ്റ് ഷെയ്ഡ് ഓഫ് ഒരു ഇതേപോലെ കോഡ് സെറ്റ് ആണ് ഇത്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഈ ഇപ്പോഴത്തെ ക്ലൈമറ്റിന് അതെ സമ്മർ ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ കുറേ ചെയ്തിട്ടുണ്ട്. വലിയ സൈസ് അല്ലേ? വലിയ സൈസ്. അതെ. ഒരുപാട് പേര് വലിയ സൈസ് ഒക്കെ പ്രിഫർ ചെയ്യുന്നില്ലേ? അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് കൂടാതെ നമുക്ക് കസ്റ്റം ചെയ്യാം. അതാണ് നമ്മുടെ ഇവിടുത്തെ ഹൈലൈറ്റ് അല്ലേ? ഇതൊന്ന് കാണിക്കൂ. ഈ യെല്ലോ ഇത് നമ്മുടെ ഒരു ആലിയ കട്ട്, നേരത്തെ ഒരു ട്രെൻഡ് ആയിരുന്നു ഒരു ആലിയ കട്ടിന്റെ സെറ്റാണ്. ഇതിന്റെ ഡിഫറെന്റ് കളേഴ്സ് ഉണ്ടായിരുന്നു. ഇതെല്ലാം സോൾഡ് ഔട്ട് ആയിട്ട് ഇപ്പോൾ ലാസ്റ്റ് യെല്ലോ മാത്രമേ ഉള്ളൂ. ഇതിന്റെ പിങ്ക് ഉണ്ടായിരുന്നു. 2 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കളേഴ്സ് ഉണ്ടായിരുന്നു. ഒരു സിമ്പിൾ ഒരു പാർട്ടി വെയർ ഒക്കെ വേണമെങ്കിൽ അതെ അതെ. അതിന് ദുപ്പട്ടയും ബോട്ടും അവൈലബിൾ. നല്ല കളറാണ്, നല്ല മസ്റ്റർഡ്, എല്ലാവർക്കും എങ്ങനെ ഫേസിന് സ്യൂട്ട് ആവുന്ന കളറാണ്. പിന്നെ ആ ഏരിയയിലാണെന്നുണ്ടെങ്കിൽ ഇനി ഇവിടെ നമ്മൾ ഒത്തിരി നല്ലൊരു കളക്ഷൻ ഓഫ് ഫാബ്രിക്സിന്റെ കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ച് വൈറ്റ്, എനിക്ക് വൈറ്റ് ഭയങ്കര ഇഷ്ടമാണ് ഈ കളർ. അതുകൊണ്ട് എനിക്ക് വൈറ്റില് ഇത് ഫാബ്രിക് അല്ലല്ല, ഇത് ഫാബ്രിക് ആണ്. ഫാബ്രിക്കിൽ നമുക്ക് എല്ലാം ചെയ്യാം. സാരിയും ചെയ്യാം, സ്കേർട്ട് ചെയ്യാം, എല്ലാം ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു ഫാബ്രിക് ആണ്. ഇതൊരു ലിനൻ ബേസിൽ വരുന്നത്. ഇത് സാരിയായിട്ട് സാരിയായിട്ട് നല്ല ഭംഗിയായിരിക്കും. പിന്നെ വൈറ്റും ആ ഒരു ഗോൾഡൻ ഇതൊക്കെ വരുമ്പോൾ നമ്മുടെ ഈ ഫെസ്റ്റീവ് സീസൺ വരുന്നതിന് കുറച്ചും കൂടെ ഇതായിരിക്കും. ഇത് ഫുൾ ഫാബ്രിക്. ഇത് ഫുൾ ഫാബ്രിക്. നമ്മൾ ഇതിനകത്തുനിന്ന് എടുത്ത് നമ്മൾ തന്നെ ഇവിടെ കസ്റ്റമൈസ് ചെയ്ത് കുറച്ച് സാധനങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചിലവർ ഈ പറഞ്ഞ പോലെ സൈസ് ഇഷ്യൂസ് ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് അത് മോഡൽ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചെയ്യാനായിട്ട് വെച്ചേക്കുന്നത്. ഇത് ഫുൾ ഫാബ്രിക്. ഇത് ഫുൾ ഫാബ്രിക്. ഇതിൽ കുറച്ച് നല്ല വെറൈറ്റി ഉള്ള അജ്രക്കിൽ വരുന്ന ഫാബ്രിക്സ്, മിക്സ് ആൻഡ് മാച്ച്. ഓക്കെ, കുറെ കളക്ഷൻസ് ഇതിൽ വെച്ചിട്ടുണ്ട്. പോൾക്ക ഡോട്ട് സംഭവം അത് അതെ അതെ, എല്ലാത്തിലും ഉണ്ട്. നല്ല കുറച്ച് ട്രെൻഡിലാണ് ഇപ്പം വലിയ ഡോട്ട്സ്. നമുക്ക് ഈ കാണിക്കുന്ന കളക്ഷനൊക്കെ ഇതിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ആ കസ്റ്റം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മുടെ ഷോപ്പിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ ഇവിടുത്തെ ടൈമിംഗ് എങ്ങനെയാ വരിക? ടൈമിംഗ് 10 o'clock ആണ് ഓപ്പണിംഗ്, 8 വരെ. 10 to 8 ആണ് വരിക. ഓക്കെ. സാറ്റർഡേ സൺഡേസ് ഓപ്പൺ ആണ്. സൺഡേസ് ഓപ്പൺ. ഫെസ്റ്റീവ് ടൈം വരുമ്പോൾ എപ്പോഴും നമുക്ക് സൺഡേയിൽ കസ്റ്റമേഴ്സ് വാക്ക്-ഇൻസ് കൂടുതലും സൺഡേയിലായിരിക്കും. 10 to 8 ആണ് എല്ലാ ദിവസവും ഉണ്ട് അല്ലേ? വർക്കിംഗ് ആണ്. പിന്നെ ഇവിടുത്തെ കളക്ഷൻ എങ്ങനെയൊക്കെയാണ്? ഇവിടുത്തെ കളക്ഷനിൽ നമ്മൾ തന്നെ ചെയ്യുന്ന കുറേ കോട്ടൺസ്, നമ്മൾ തന്നെ ചെയ്തിരിക്കുന്ന റെഡിമെയ്ഡ്സ്. ഇത് നമ്മുടെ ഒരു ബെസ്റ്റ് സെല്ലർ ആയിരുന്നു. ഇതിന് നേരത്തെ ഒരു വീനൊക്കെ ഉള്ളൊരു പാറ്റേൺ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അതിൽ ജസ്റ്റ് ഞങ്ങളൊരു കോളറും കൂടെ വെച്ചിട്ടുള്ളത് ചെയ്തതാണ് ഇത്. പിന്നെ ഈ സെറ്റ് ഓഫീസ് വെയറിന് വേണ്ടിയിട്ടൊക്കെ നല്ല അല്ലേ? ഇതൊരു കോട്ടണിൽ വരുന്നൊരു ആലിയ കട്ടാണ്. നമുക്ക് എപ്പോഴും നമ്മുടെ കോട്ടൺ ആലിയ കട്ടിൽ ഉള്ളത് എപ്പോഴും മൂവ്മെന്റ് ഉള്ള ഒരു പീസ്. ഇതൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ടാണെങ്കിൽ എത്ര ദിവസമായിരിക്കും എടുക്കുക? ഇതൊരു 3 to 4 days. ഈ തിരക്കിനനുസരിച്ച് ഇപ്പം ഒരു അത്രയും റഷ് ഇല്ലാത്തൊരു ടൈമാണല്ലോ, അപ്പം അത് കാരണം ഇത് നമ്മൾ നേരത്തെ അവിടെ കണ്ട കോട്ടൺ. ഇത് നമ്മളിവിടെ ഒരു കോട്ടണില് മിക്സ് ചെയ്ത് ചെയ്തിരിക്കുന്നു. ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് ആണ്. ഇങ്ങനെ അതെ അതെ, മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് നല്ലൊരു കളക്ഷൻ അത്. ഫുൾ സ്ലീവ് ഒക്കെ വരുമ്പോൾ അതിനൊരു. അതെ അതെ. പിന്നെ ഇത് നമ്മളിങ്ങനെ ഒരു ഡിഫറെന്റ് പോക്കറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് കുറച്ചൊന്ന്. ഈ സെക്ഷനിലാണെന്നുണ്ടെങ്കിൽ ഈ സെക്ഷനിൽ നമ്മൾ നേരത്തെ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള കുറച്ച് അവിടുത്തെ പീസസിന്റെ ഇങ്ങനെ ഡിസ്പ്ലേ പീസ് ആയിട്ട്. ഈ ഒരു കാറ്റഗറിയിലാണ് ഞാനിപ്പോ വിയർ ചെയ്തേക്കുന്നത്. എനിക്ക് സജസ്റ്റ് ചെയ്താണ് കേട്ടോ ഇന്ന് എനിക്ക് വിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇതൊക്കെയാണെങ്കിലും കസ്റ്റമൈസ്ഡ്. ഇത് കസ്റ്റമൈസ്ഡ് ആണ്, നമ്മൾ കസ്റ്റമൈസ് ചെയ്ത. ഇത് ഡൈബിൾ ഫാബ്രിക് നമ്മൾ ഈ ഗ്രീൻ കളറിലോട്ട് ഡൈ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തതാണ്. ഈ ഹൈലോ പാറ്റേണും ഇങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു പാറ്റേണും ഈ ഒരു കളറും. അപ്പോൾ അതിന്റെ ആ ഒരു ടൈപ്പാണ് ഇവിടെ കിടക്കുന്നത്. ഇത് കൊള്ളാലോ. ഇതൊരു ലിനൻ സെറ്റ് വരുന്ന ഫുൾ സെറ്റ് ഉണ്ട്. ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട അതിൽ വർക്ക് ചെയ്തിരിക്കുന്നത്. നമുക്ക് പിന്നെ ഫുൾ സെറ്റ് ഈ സ്റ്റോൺ ഇതൊക്കെ വെച്ചുകൊണ്ട് ഞാൻ ചോദിക്കാം, മറ്റേ നമുക്ക് ബ്രൈഡ്സിനൊക്കെ വേണ്ടിയിട്ട് ഉള്ള എല്ലാം ചെയ്യുന്നുണ്ട്. നമ്മൾ ലെഹങ്ക ചെയ്യുന്നുണ്ട്. അതെല്ലാം ഈ കസ്റ്റമൈസ്ഡ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ബ്രൈഡൽ ബ്ലൗസസ് നമുക്ക് കുറേ ബ്രൈഡൽ ബ്ലൗസസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം അതിന്റെ ഒരു സെക്ഷനാണ്. ലെഹങ്ക എല്ലാം ചെയ്യും. ഓക്കെ. അപ്പൊ നമ്മൾ ഓരോ സെക്ഷൻ നമ്മൾ എടുക്കുകയാണ്.
അപ്പോൾ ഈ സെക്ഷനിൽ ഇരിക്കുന്നത് നമുക്ക് കുറച്ച് റെഡിമെയ്ഡ് ഈ പറഞ്ഞ പോലെ പാർട്ടി വെയർ പീസസ് ഉണ്ട്. ഇങ്ങനെ പാർട്ടി വെയർ ആയിട്ട് റെഡിമെയ്ഡ് പെട്ടെന്ന് ഇപ്പം ഒരു ഫംഗ്ഷൻ ഉണ്ട്, നാളെ കസ്റ്റമൈസ് ചെയ്യാൻ നമുക്ക് ടൈം ഇല്ല എന്നൊക്കെ പറഞ്ഞു വരുന്നവർക്ക് പെട്ടെന്ന്. അതെ അതെ അതെ. പിന്നെ നമുക്ക് ഇതിനുള്ള ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റിച്ചിങ് യൂണിറ്റ് ഉള്ളതുകൊണ്ട് എന്തെങ്കിലും പെട്ടെന്ന് ഒരു ഓൾട്രേഷൻ വേണമെങ്കിലും അത് ചെയ്ത് കൊടുക്കും. കൂടുതൽ അങ്ങനെയുള്ളവരായിരിക്കും. പിന്നെ ഇത് നമ്മുടെ ദുപ്പട്ട സെക്ഷൻ ആണ്. മിക്സ് ആൻഡ് മാച്ച് ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ, അല്ലെങ്കിൽ ദുപ്പട്ടാസ് മാത്രമായിട്ട് നമുക്ക് വാങ്ങണമെങ്കിൽ അങ്ങനെ എല്ലാ ടൈപ്പും ഉണ്ട്. ഇത് ഡൈ ചെയ്ത് വെച്ചേക്കുന്നതാണ്. അത് ഡൈ ചെയ്തതാ. ഇത് ഇതിന് വേണ്ടിട്ട് ഒരു കോമ്പിനേഷൻ ആക്കാൻ തോന്നുന്നു. അതെ അതെ അതെ. ഇതൊരു മൊഡാലിൽ വരുന്നൊരു ദുപ്പട്ടയാണ്. മൊഡാൽ സിൽക്കിൽ വരുന്നത് നല്ല കളറാ, നല്ല നല്ല ബ്രൈറ്റ് ഒരു ഷെയ്ഡാ. ഇപ്പൊ ഓഫ് വൈറ്റിന്റെ കൂടെ ആണെങ്കിലും ഭയങ്കര പ്രിറ്റി ആണിത്. ഇതിന്റെ കൂടെ സ്യൂട്ട് ആവും. പിന്നെ നമ്മുടെ ഒരു ഭയങ്കര ഹിറ്റായിട്ടുള്ള ഒരു ദുപ്പട്ടയാണ്. അല്ല, നമ്മളിവിടെ ചെയ്തല്ല, ഇത് നമുക്ക് പുറത്തുനിന്ന് വരുന്നതാണ്. പക്ഷെ ഇങ്ങനെ പാച്ച് വർക്ക് ഉള്ള അജ്രക്കിന്റെ ഇങ്ങനെ നമുക്ക് ചെയ്തു തരും. അതുപോലെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും സെറ്റ് എടുത്തിട്ട് അതിന്റെ കൂടെ ഒരു ദുപ്പട്ടയായിട്ട് പെയർ ചെയ്യാനായിട്ടും നല്ലതാണ്. നല്ല കളക്ഷൻ ഇത്. ദുപ്പട്ടയുടെ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ. ഈ ഇരിക്കുന്ന ഫുള്ളും അങ്ങനത്തെ അല്ലേ? ഇതൊക്കെ നമ്മുടെ മൊഡാലിൽ വരുന്ന സ്റ്റോൾസ് ആയിട്ട് വരുന്ന. ഇവിടെ പിന്നെ നമുക്ക് കുർത്തീസും ഈ പറയുന്ന 3-piece സെറ്റും മാത്രമല്ല, നമുക്ക് ഒരുപാട് സാരീസും ഉണ്ട് കേട്ടോ. ഡിഫറെന്റ് ആയിട്ടുള്ള സാരീസ്. എനിക്ക് ഇഷ്ടപ്പെട്ട കളക്ഷനാണ് ഞാനിപ്പോൾ ഇത് എടുത്തോണ്ട് വന്നത്. ഇതെന്ത് ടൈപ്പ്? ഇതെല്ലാം ഓർഗൻസയിൽ വരുന്ന ടൈപ്പാണ്. ഈ ഓർഗൻസയിലെ സാരി നമുക്ക് ഡൈ ചെയ്ത് വേറെ ഏത് കളേഴ്സിലോട്ട് വേണമെങ്കിലും ആക്കാം. അതായത് ഈ ഗോൾഡൻ ലൈൻസ് മാത്രം ഇങ്ങനെ റിമൈൻ ചെയ്യും, ബാക്കി നമുക്ക് പേസ്റ്റലിലോട്ടോ. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു പ്രീമിയം ലുക്ക്. അതെ അതെ, നല്ല സാരി. പിന്നെ അതിന്റെ എൻഡിൽ നമുക്ക് ടാസൽസ് ആഡ് ചെയ്തിട്ട് കുറച്ചും കൂടെ ഒന്ന് ഗ്രാൻഡ് ആക്കാം. പിന്നെ എന്തെങ്കിലും നമുക്ക് ഹാൻഡ് വർക്ക് ചെയ്യണമെങ്കിൽ ഇതിലോട്ട് ആഡ് ചെയ്യാം. ഇത് ഡയബിള. ഇത് നമ്മുടെ അങ്ങനെ തന്നെ വരുന്നൊരു സാരി ഫാബ്രിക് ആണ്. നമ്മള് ഇതിന്ന് സാരിയായിട്ടും യൂസ് ചെയ്യാം. അതെ അതെ അതെ. നല്ല ഭംഗിയുള്ളൊരു സാരിയായിട്ട് കുറച്ച് നല്ല ഭംഗിയായിരിക്കും തോന്നുന്നു. നല്ല ഭംഗിയാണ്. ഇങ്ങനെ ഓർഗൻസ ഫ്ലവേഴ്സ് നമ്മൾ പെയിന്റ് ചെയ്തിരിക്കുന്ന ഓർഗൻസ ഫ്ലവേഴ്സ് ആണ്. അതിന്റെ വേറെ ഷെയ്ഡ്, കളർ ഷെയ്ഡ് ആണ്. വേറെ കളർ ഷെയ്ഡ് ബ്ലൂവിൽ വരുന്ന. ഒട്ടും വെയിറ്റ് ഇല്ല അല്ലേ? ഒട്ടും വെയിറ്റ് ഇല്ല. പക്ഷെ ഡ്രൈപ്പ് ചെയ്താൽ നന്നായിട്ട് ഒതുങ്ങി കിടന്നോളും. സാധാരണ ഓർഗൻസ ഇടുമ്പോഴത്തേക്കിന് ആൾക്കാർക്ക് ഒരു കുറച്ചും കൂടെ അതൊരു ഇതായിട്ട് നിൽക്കും എന്നുള്ളതാണ്. പക്ഷെ ഇത് നന്നായിട്ട്, എനിക്ക് ഈ കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലതാ. ഇത് കുറച്ചുകൂടെ നമുക്ക് വർക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ഓൺ ചെയ്യാം. കൂടുതലും നമ്മുടെ ഇവിടെ കസ്റ്റമൈസ്ഡ് ആണ് ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ. അതാ ഞാൻ എടുത്ത് പറയുന്നത്. പിന്നെ ഈ ഇരിക്കുന്ന സാരീസ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതും സെയിം തന്നെയാ. അതൊരു ഓർഗൻസ ബേസിൽ വരുന്ന നമുക്ക് ഗോൾഡൻ ഒരു സെറി വരുന്നതാണ്. ഇത് ഗോൾഡൻ സെറി വരുന്നത് നല്ല സാരി അത് വരുന്നത്. ഒരുപാട് വെയിറ്റ് ഒന്നും പ്രിഫർ ചെയ്യാത്ത കുറെ പേരുണ്ടായിരിക്കുമല്ലോ. ഇത് ഞാൻ ഓരോ കളക്ഷൻ ഒക്കെ അങ്ങ് എടുക്കുക. അതെ അതെ. നമ്മളിത് കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു റഫൽ സാരിയാണ്. ഇതിനകത്ത് റഫൽസ് ആഡ് ചെയ്തിട്ടുണ്ട്. നെറ്റ് വെച്ചിട്ട് റഫൽസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അങ്ങനത്തെ സാരിയുടെ കുറെ കളക്ഷൻസ്. എല്ലാ മെറ്റീരിയലും എല്ലാ മെറ്റീരിയലും കോട്ടണും ഉണ്ട്. കുറച്ച് നമ്മൾ കസ്റ്റമൈസ് ചെയ്തിരിക്കുന്ന ടൈപ്പും അങ്ങനത്തെ. ഓക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? അപ്പം സാരീസ് ഉണ്ട്, ഒരുപാട് സിംഗിൾ പീസ് ആണെങ്കിലും 3-piece സെറ്റ് ആണെങ്കിലും എല്ലാ ടൈപ്പും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. കൂടുതലും കസ്റ്റമൈസ്ഡ് ആണ് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് വലിയ സൈസ് പ്രിഫർ ചെയ്യുന്നവർക്ക് ലാർജ് സൈസ് ഒക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അല്ലേ? പിന്നെ നമ്മുടെ ഷോപ്പിന്റെ ടൈം വരുന്നത് 10 to 8 ആണ് ടൈം വരിക കേട്ടോ. സൺഡേസും സാറ്റർഡേസ് ഒക്കെ ഉണ്ട്. നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ ഒന്നുകൂടി പറയുകയാണെങ്കിൽ, ലൊക്കേഷനിൽ പനമ്പള്ളിയിൽ വോക്ക് വേ ഉണ്ട്. വോക്ക് വേയുടെ എൻഡിലായിട്ട് വരും. തേവര റോഡാണ്. ഈ വീഡിയോയുടെ എൻഡിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തേക്കാം. പിന്നെ നമ്മുടെ ദ സോൾ ഡിസൈൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ റൂട്ട് മാപ്പ് ഇടുക, നേരെ ഇങ്ങോട്ട് സോൾ സെർച്ച് ചെയ്ത് കിട്ടും. പിന്നെ നമുക്ക് ഇൻസ്റ്റഗ്രാമിലും സോൾ ഡിസൈൻസിന്റെ അപ്ഡേറ്റ്സ് എല്ലാം ഇൻസ്റ്റയിലുണ്ടായിരിക്കും കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുന്ന ആണെങ്കിൽ ജസ്റ്റ് പറയാം, കൺസിഡറേഷൻ ഒക്കെ എന്റെ വ്യൂവേഴ്സിന് കൊടുക്കണം കേട്ടോ. ഓക്കെ. അപ്പോ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ, ബൈ.